റാഫേൽ മെസ്സിബോളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആ പേര് മറക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം മെസ്സി എന്ന് കുട്ടിഘോഷിച്ചുകൊണ്ട് ഇവിടേക്ക് ഇറക്കിയ താരമായിരുന്നു റാഫേൽ മെസ്സിബോളി. അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹം ഒരിക്കലും മോശമാക്കിയിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സമയത്ത് അന്ന് ബാർത്തലോമിയോ ഒങ്ബച്ച എന്ന അധികായനോടൊപ്പം വളരെ മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരയിൽ അദ്ദേഹം കാഴ്ചവെച്ചു. പക്ഷെ തൊട്ടടുത്ത സീസണിൽ പ്രതിഫലം കൂട്ടി ചോദിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനെ നിലനിർത്താൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് പോവുകയും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയും ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയും റാഫേൽ മെസ്സിബോളി എന്ന മുൻ ബ്ലാസ്റ്റേഴ്സ് താരം ബൂട്ട് കിട്ടി. പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് പോയി. പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹം തിരിച്ചു വരാൻ പോവുകയാണ്. ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി കളിക്കാനായിരിക്കും റാഫേൽ മെസ്സിബോളി വരുന്നത്. ഇതിനോടകം തന്നെ മികച്ച ചില വിദേശ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ വിജയിച്ചു കഴിഞ്ഞ ടീമാണ് പഞ്ചാബ് എഫ് സി. അവരുടെ ആയുധപ്പുരയുടെ മുന്നേറ്റ നിരയിലേക്ക് റാഫേൽ മെസ്സിബോളി എന്ന ആയുധം കൂടി വരുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ കണ്ടീഷൻസിനെ വളരെ നന്നായിട്ട് അറിയാമെങ്കിൽ പോലും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്ന വിദേശ താരങ്ങളുടെ ക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റാഫേൽ മെസ്സിബോളിക്ക് എത്രമാത്രം മനോഹരമായി പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാഫേൽ മെസ്സിബോളിയുടെ ബൂട്ടുകൾക്ക് ആ പഴയ മൂർച്ചയില്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. ഏതായാലും പഞ്ചാബിനെ പോലെ ഒരു ടീം വളരെ മികച്ച പ്രകടനം എന്തായാലും കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പുള്ളി വരട്ടെ, നന്നായിട്ട് കളിക്കട്ടെ, പെർഫോം ചെയ്യട്ടെ.